ഹായ് എല്ലാവർക്കും ടെക് മീഡിയ കോഡിലേക്ക് സ്വാഗതം. എന്താണ് നാനോ ബനാന? നാനോ ബനാന ഒരു കോഡ് നെയിമാണ്. ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് ജനറേറ്ററിൻ്റെ കോഡ് നെയിമാണ് നാനോ ബനാന. നാനോ ബനാന നമുക്ക് എവിടെ ആക്സസ് ചെയ്യാം? അത് ജെമിനി ആപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഒന്നുകിൽ ജെമിനി വെബ്സൈറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജെമിനി മൊബൈൽ ഫോണിലുള്ള ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടും ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പുതിയൊരു AI മോഡലാണ് നാനോ ബനാന. ഒന്ന് അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പ്രോംപ്റ്റ് കൊണ്ട് തന്നെ ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. ഇമേജ് എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂമൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ ജെമിനി സപ്പോർട്ട് ചെയ്യുന്നത് ആ ലാംഗ്വേജസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഇമേജ് ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈസിയും ഫാസ്റ്റുമാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്യാരക്ടർ കൺസിസ്റ്റൻസിയാണ്. ഒരു ക്യാരക്ടർ നമ്മൾ ക്രിയേറ്റ് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ സീനിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടറിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആംഗിൾ, ഡിഫറെൻ്റ് ആംഗിൾ, ഡിഫറെൻ്റ് ക്യാരക്ടർ, ഡിഫറെൻ്റ് സ്റ്റൈൽ ഏതാണെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. നാനോ ബനാന ഇത്ര പോപ്പുലർ ആവാൻ കാര്യം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എഡിറ്റിംഗ് സ്കില്ല് കൊണ്ട് തന്നെയാണ്. സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി നമുക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ജെമിനി ആപ്പിൽ ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ നാനോ ബനാന യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇമേജസ് ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോംപ്റ്റ് ക്രിയേറ്റ് ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ ക്യൂട്ട് ലിറ്റിൽ മങ്കി ഹോൾഡിംഗ് എ ബനാന വിച്ച് ഈസ് ഗ്ലോയിങ്. അത് എക്സാക്ട്ലി അതേപോലെ തന്നെ അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തിളങ്ങുന്ന ഒരു ബനാന പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങന്റെ ചിത്രം. ക്രിയേറ്റ് അനദർ ഇമേജ് എന്ന് പറഞ്ഞപ്പോൾ എക്സാക്ട്ലി ആ ക്യാരക്ടർ കൺസിസ്റ്റൻസി അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പുതിയ ഇമേജ് അവിടെ ജനറേറ്റ് ചെയ്തിരുന്നു. എനിക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് പ്ലസ് ഫാന്റസി മോഡിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇമേജ് അത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതൊരു അഡ്വർടൈസ്മെന്റ് പർപ്പസിന് യൂസ് ചെയ്യണം എന്ന് ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞ സമയത്ത് അതൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സൈഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ സമയത്ത് അത് ചെറിയൊരു ഫ്ലോപ്പ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഒരു കൂടുതൽ ഒരു റിയലിസ്റ്റിക്കിൽ ഇതൊക്കെ അത് പോയി. പക്ഷെ ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനത് ആ ഇമേജ്, എനിക്ക് വേണ്ട ഇമേജ് എന്താണോ അത് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് അപ്ലോഡ് ചെയ്ത ഇമേജിന്റെ സൈഡ് വ്യൂ എക്സാക്ട്ലി എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ക്യാരക്ടറോ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും ഒരു മാറ്റമില്ല. ക്യാമറ ആംഗിൾ മാത്രമാണ് അവിടെ മാറിയിരിക്കുന്നത്. പിന്നെ ഇത് തന്നെ ഒരു ട്രീയുടെ മുകളിൽ നിന്നുള്ള ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു തന്നിട്ടുണ്ട്. ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എക്സാക്ട്ലി ആ ഇമേജ് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഒരു എക്സ്ട്രാ ക്യാരക്ടറിനെ ഈ ഒരു സീനിലേക്ക് ആഡ് ചെയ്യാൻ ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. ഒരു റാബിറ്റ് ഈ ഒരു മങ്കിയുടെ അടുത്തിരുന്നിട്ട് ആ നാനോ ബനാന ഗ്ലോ കണ്ട് അമേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റാബിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് അടിപൊളിയായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത പ്രോംപ്റ്റ് ആ ഒരു ക്യാരക്ടർ, ആ ഒരു മങ്കി തന്നെ ഉറങ്ങുന്നതായിട്ട്, ആ ബനാന പിടിച്ചിട്ട് ഉറങ്ങുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. എക്സാക്ട്ലി അത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. പക്ഷെ നമുക്ക് ഐഡിയ, നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയ ആയിരിക്കും. അപ്പം ആ ഒരു ഐഡിയ മാക്സിമം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പുതിയ വേൾഡ്സ് നമുക്ക് ഈ ഒരു മോഡലിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ മോഡലിന്റെ കപ്പാസിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഇത് API സപ്പോർട്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലും ബാക്കി തിങ്കിങ് മോഡലുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു
ഒരു വേൾഡ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോ ഈ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഇമേജ് ആയിരിക്കുമെങ്കിലും ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ ഇമേജ് ആയിട്ടാണ് സേവ് ആകുന്നത്. ജെമിനി അതിന്റെ ഒരു ലോഗോ അതിന്റെ തൊട്ട് താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റു പല ടൂൾസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.